മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഹാഭാരതത്തിലെ വിതുരന്റെ ഉപദേശം അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അസാധാരണമാം വിധത്തിൽ ഉജ്ജ്വലമാണ്. ഫാക്ട് ഫൈൻഡിങ് സൊസൈറ്റി എന്നൊരു സംഘടന അമേരിക്കയിലുണ്ട്. അതിലെല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട്. സയന്റിസ്റ്റുമാരുണ്ട്, ഫിലോസഫർമാരുണ്ട്, അധ്യാപകരുണ്ട്, പ്രീസ്റ്റുമാരുണ്ട്, പള്ളിയിലെ ബിഷപ്പുമാരും എല്ലാവരും ഉണ്ട്. അവർ ബൈബിള് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് പറഞ്ഞത്, ബൈബിളില് യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തു നൽകിയ ഉപദേശം എന്ന് പറയുന്നത് 1430 ഉപദേശങ്ങളാണുള്ളത് എന്നെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ 1430 ഉപദേശങ്ങൾ യേശുക്രിസ്തു നൽകിയതല്ല, 400-ൽ പരം ഉപദേശങ്ങൾ മാത്രമാണ് യേശുക്രിസ്തു നൽകിയത്. ബാക്കിയുള്ളത് യേശുക്രിസ്തു നൽകി എന്ന് പറഞ്ഞ് മറ്റുള്ളവര് പറഞ്ഞിരിക്കുന്നതാണ്. ആ ബൈബിളിലെയോ ഖുറാനിലെയോ വരികള് അത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒരേ ഒരു ഗ്രന്ഥാണ്. അതിൻ്റെ മുകളിലും ഒന്നുമില്ല, അതിൻ്റെ ചുവട്ടിലും ഒന്നുമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊന്നുമില്ല, ചുവട്ടില് മറ്റുള്ളതുള്ളൂ, ആ രീതിയിലുള്ള ഗ്രന്ഥാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വരികളും ഭാരതത്തിലെ അനേകായിരം ഗ്രന്ഥങ്ങളുള്ളതില് മഹാഭാരതം എന്ന ഗ്രന്ഥത്തില് വിതുരൻ എന്ന് പറയുന്ന വ്യക്തി, മന്ത്രി, ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശവും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു ആത്മീയതയുമില്ലാതെ ജീവിതത്തിൽ എന്താണ് പകർത്തേണ്ടത് എന്നാണ് വിതുരൻ യഥാർത്ഥത്തില് ധൃതരാഷ്ട്രർക്ക് കൊടുത്തിരിക്കുന്നത്. അത് വേദവ്യാസൻ മഹാഭാരതത്തിൽ എഴുതി നമുക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റെല്ലാത്തിലും അള്ളാഹു പറഞ്ഞു, അല്ലെങ്കിൽ യഹോവ പറഞ്ഞു, അല്ലെങ്കിൽ യഹോവയുടെ പ്രതിനിധി പറഞ്ഞു, അള്ളാഹുവിന്റെ സന്ദേശം പ്രവാചകൻ പറഞ്ഞു എന്നാണ്. ഇതങ്ങനെയല്ല. ഇവിടെ ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ സപ്പോർട്ടോടു കൂടിയല്ല, മറിച്ച് ഒരു മന്ത്രി രാജാവിന് കൊടുക്കുന്ന, നമുക്ക് നമ്മളുടെ വെൽവിഷർ കൊടുക്കുന്ന, തരുന്ന ഉപദേശമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നലെ ഞാൻ വിവരിച്ചത് 50 ഉപദേശങ്ങളാണ്. ഇന്നൊരു 50 എണ്ണവും കൂടി നമുക്ക് വെറുതെ കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുമെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. 51-ാമത്തെ ഉപദേശമാണ് അന്യന്റെ സ്വത്ത് അപഹരിക്കല്, പരധാരാസ്പർശനം, മറ്റുള്ളവന്റെ ഭാര്യയെ സ്പർശിക്കുക, സുഹൃത്ത് പരിത്യാഗം, നമ്മളെ ആശ്രയിക്കുന്ന നല്ല സുഹൃത്തിനെ പരിത്യജിക്കുക. ഈ 3 ദോഷങ്ങള് അവനവന്റെ ഐശ്വര്യത്തെ ക്ഷയിപ്പിക്കും. കാമം, ക്രോധം, ലോഭം എന്നിവ 3 നരകത്തിന്റെ 3 കവാടങ്ങളാണ്. കാമം അത്യാഗ്രഹം, ക്രോധം വാശി, ലോഭം പിശുക്ക്. ഈ 3 ദോഷങ്ങളും ഒരു മനുഷ്യനുണ്ടായിരിക്കാൻ പാടില്ല. വരം ലഭിക്കല്, നമുക്ക് വരം ലഭിക്കുക, രാജ്യം ലഭിക്കുക, ഭരണാധികാരം ലഭിക്കുക, രാജ്യപ്രാപ്തി, പുത്രജനനം, മകനുണ്ടാവുക, ഇവ 3 കൂടി ഒരു വശത്തും, വളരെ പ്രയാസപ്പെട്ട ശത്രുവിൽ നിന്ന് മോചനം നേടുക മറുവശത്തും വെച്ചാൽ രണ്ടും സമമായിരിക്കും. അപ്പോ നമുക്കൊരു അനുഗ്രഹം അഥവാ വരം ലഭിക്കാം, നമുക്ക് സ്വന്തമായിട്ട് ഭരണാധികാരം അല്ലെങ്കിൽ രാജ്യം ലഭിക്കാം, ഒരു മകനുണ്ടാവുക, ഇത് 3 കൂടി ചേർത്തിട്ട് ഒരു വശത്തും, വളരെ കഷ്ടപ്പെട്ട് ശത്രുവിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക, ഇത് മറുവശത്തും വെച്ചാൽ രണ്ടും തുല്യമായിരിക്കും. തൻ്റെ ഭക്തനെയും തന്നെ പരിചരിക്കുന്നവനെയും അഭയം പ്രാപിച്ചവനെയും ഏത് വിഷമാവസ്ഥയിലും ഒരു കാരണവശാലും ത്യജിക്കരുത്, ഉപേക്ഷിക്കരുത്. അല്പബുദ്ധികൾ
ദീർഘസൂത്രികൾ. ദീർഘസൂത്രികൾ എന്ന് വെച്ചാൽ ദീർഘവീക്ഷണത്തോടുകൂടി ആസൂത്രണം ചെയ്യാൻ കഴിവില്ലാത്തവര്, ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവര്, മുഖസ്തുതി പറയുന്നവര്. ഇത്തരം 4 കാര്യങ്ങൾ, രഹസ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. ഇത്തരം 4 തരക്കാരുമായിട്ട് രഹസ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. അല്പബുദ്ധികളുമായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. ദീർഘവീക്ഷണമില്ലാതെ പ്രവർത്തിക്കുന്നവരുമായിട്ട് ദീർഘസൂത്രികൾ, ദീർഘവീക്ഷണമില്ലാതെ പ്രവർത്തിക്കുന്നവരുമായിട്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. ഇടതും വലതും നോക്കാതെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവര്, അവരുമായിട്ട് ചർച്ച ചെയ്യരുത്. മുഖസ്തുതി പറയുന്നവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. ഗൃഹസ്ഥാശ്രമിയായ സമ്പന്നൻ തൻ്റെ വീട്ടിൽ 4 തരത്തിലുള്ളവരെ സംരക്ഷിക്കണം. ബന്ധുവായിട്ടുള്ള വൃദ്ധനെ ഒരു ഗൃഹസ്ഥാശ്രമി സംരക്ഷിക്കണം. ദുരവസ്ഥയിലായ കുലീനൻ, വളരെയധികം കുലീനത്വമുള്ള വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദുരിതപൂർണമാണ്, അദ്ദേഹത്തിനെ സംരക്ഷിക്കണം. ദരിദ്രനായ സുഹൃത്ത്, ദാരിദ്ര്യം അനുഭവിക്കുന്ന സുഹൃത്ത്, സന്തതിയില്ലാത്ത സഹോദരി സിസ്റ്റർ, അവരെ സംരക്ഷിക്കണം. ഉടൻ തന്നെ ഫലം നൽകുന്ന 4 കാര്യങ്ങൾ ഏവയെന്ന് ദേവേന്ദ്രൻ ചോദിച്ചതിന് ബൃഹസ്പതി ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, കേട്ടോളൂ. അപ്പൊ വിതുരൻ കുറെ ഉപദേശങ്ങൾ ധൃതരാഷ്ട്രർക്ക് നൽകിയതിനു ശേഷം പിന്നെ ധൃതരാഷ്ട്രരോട് പറയാണ്, മറ്റുള്ളവരുടെ സംശയത്തിന് മറ്റ് ചിലർ കൊടുത്ത ഉപദേശങ്ങൾ കൂടി ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒന്നാണ് ദേവതകളുടെ സങ്കല്പം. ദേവന്മാരെ സങ്കല്പിച്ച് കാര്യം ചെയ്യാം. ബുദ്ധിമാന്മാരുടെ പ്രഭാവം, വിദ്വാൻമാരുടെ വിനയം, പാപികളുടെ വിനാശം, ഇവ വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന കാര്യങ്ങളാണ്. അതായത് ഈശ്വരാനുഗ്രഹം ഉണ്ടാവാം. ബുദ്ധിമാന്മാരാണെങ്കിൽ അവരുടെ പ്രഭാവം അവർക്ക് ലഭിക്കാം. വിദ്വാൻമാര് വിനയസമ്പന്നരായിട്ട് പെരുമാറുക. പാപികൾക്ക് നാശം ഉണ്ടാവാം. ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. 4 കർമ്മങ്ങൾ ഭയത്തെ അകറ്റുന്നവയാണ്. ഭയത്തെ ഇല്ലാതെയാക്കുന്ന 4 കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾ തന്നെ യഥാവിധി നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഭയത്തെ ഉണ്ടാക്കുകയും ചെയ്യും. ഭയത്തെ ഇല്ലാതെയാക്കാനുള്ള 4 കർമ്മങ്ങളാണ് ഇത്. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഭയത്തിന് കാരണമാകും. ഇവയാണ് ശ്രദ്ധയോടുകൂടിയ അഗ്നിഹോത്രം. അഗ്നിഹോത്രം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് കാട്ടിക്കൂട്ടരുത്. അത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ആരെങ്കിലും പറഞ്ഞു, എപ്പോഴെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ അഗ്നിഹോത്രം നല്ല രീതിയിൽ നിരന്തരം ചെയ്യുന്നത് നല്ലതാണ്. അത് തെറ്റി വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷം വരുന്നു. ശ്രദ്ധയോടുകൂടി മൗനവ്രത പാലനം. ശ്രദ്ധയോടുകൂടിയാണ് മൗനവ്രതം പാലിക്കേണ്ടത്. ശ്രദ്ധയില്ലാതെ ഒരു ഭാരമായിട്ട് മൗനവ്രതം പാലിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവും. ശ്രദ്ധയോടുകൂടിയ പഠനം. ശ്രദ്ധയില്ലാതെ പഠിക്കുകയാണെങ്കിൽ ദോഷമായിരിക്കും. ശ്രദ്ധയോടുകൂടിയ യജ്ഞനിർവഹണം. ഏത് യജ്ഞവും ശ്രദ്ധയോടുകൂടി നിർവഹിക്കണം. എങ്കിൽ നല്ല ഫലം ഉണ്ടാവും. ഇല്ലെങ്കിൽ ദോഷഫലമായിരിക്കും. പിതാവ്, മാതാവ്, അഗ്നി, ആത്മാവ്, ഗുരു എന്നീ 5 അഗ്നികളെ പുരുഷൻ വളരെ പ്രയാസപ്പെട്ടും ശുശ്രൂഷിക്കേണ്ടതാണ്. അച്ഛനെ സംരക്ഷിക്കണം, അമ്മയെ സംരക്ഷിക്കണം, യാഗാഗ്നി സംരക്ഷിക്കണം, സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കണം, സ്വന്തം ഗുരുവിനെ സംരക്ഷിക്കണം. ഇത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ ചെയ്യേണ്ടതാണ്. ദേവതകൾ, പിതൃക്കൾ, മനുഷ്യർ, ഭിക്ഷുക്കൾ, അതിഥികൾ, ഇവ 5 പേരെ പൂജിക്കുന്നവർക്ക് ദേവതാ പൂജനം, പിതൃപൂജനം, ദാരിദ്ര്യവും ദുഃഖവും വേദനയും അനുഭവിക്കുന്ന മനുഷ്യരുടെ പൂജനം, ഭിക്ഷുക്കള്, സന്യാസിമാരെ പൂജിക്കല്, അതിഥിമാര് നല്ല രീതിയിൽ അതിഥികാവാൻ യോഗ്യതയുള്ളവരെ പൂജിക്കല് നിശ്ചയമായും യശസ്സുണ്ടാക്കുന്നു. മിത്രം, ശത്രു, ഉദാസീനൻ, ആശ്രയം കൊടുക്കുന്നവൻ, ആശ്രയം തേടുന്നവൻ, ഈ 5 പേർ അങ്ങയെ അനുഗമിക്കുന്നു. നമ്മളെ ഫോളോ ചെയ്യുന്ന 1 മിത്രം,
നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ ഫോളോ ചെയ്യും, നമ്മുടെ ശത്രുക്കളും നമ്മളെ ഫോളോ ചെയ്യും. തീരെ പണിയെടുക്കാൻ പറ്റാത്ത മടിയന്മാരായിട്ടുള്ള വ്യക്തികളും രാജാക്കന്മാരുടെ പുറകെ കൂടും. ആശ്രയം കൊടുക്കുന്നവൻ, നല്ല രീതിയിൽ ആശ്രയം കൊടുക്കുന്നവൻ, അത് അങ്ങയുടെ കൂടെ ഉണ്ടാവും. ആശ്രയം തേടുന്നവൻ, ആശ്രയം വേണമെന്ന് പറയും, അത് നമ്മളുടെ കൂടെ ഉണ്ടാവും. അതിൽ ഗുണമുള്ളവരുണ്ട്, ദോഷമുള്ളവരുണ്ട്. ശ്രദ്ധിച്ചു വേണം അവരെ നമ്മളുടെ പുറകെ വരാൻ അനുവദിക്കാൻ. 5 ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് ഛേദം സംഭവിക്കുകയാണെങ്കിൽ ആ ദ്വാരത്തിൽ കൂടി അവന്റെ ബുദ്ധി ഓട്ടപാത്രത്തിൽ നിന്ന് വെള്ളം ചോരുന്നത് പോലെ ഒഴുകിപ്പോകുന്നു. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഛേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമാലിറ്റി, ഏതിലെങ്കിലും ഒന്ന് അബ്നോർമൽ ആയാൽ അയാളുടെ ബുദ്ധി അതിലൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയത്തിന്റെ കുറവ് അയാളെ നെഗറ്റീവിലേക്ക് നയിക്കും എന്ന് മനസ്സിലാക്കാം. ശ്രേയസ് ആഗ്രഹിക്കുന്ന പുരുഷന് 6 ദോഷങ്ങളെ പരിത്യജിക്കേണ്ടി വരും. നല്ല ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 6 ദോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അമിതമായ ഉറക്കം ഒരിക്കലും പാടില്ല. മടി, ലേസിനെസ് ഒരിക്കലും പാടില്ല. ഫിയർ, ഭയം ഒരിക്കലും പാടില്ല. ക്രോധം, വാശി പാടില്ല. ആലസ്യം, അതും ലേസിനെസ് തന്നെയാണ്. ആലസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുക, സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ദീർഘസൂത്രത, ദീർഘസൂത്രം, അതായത് ഷോർട്ട് സൈറ്റ് ആയിട്ട് ദീർഘദൃഷ്ടിയോടുകൂടി കാര്യം ചെയ്യാതിരിക്കുക, ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പരിധിക്കപ്പുറമുള്ള ഉറക്കം, പരിധിക്കപ്പുറമുള്ള മടി, പരിധിക്കപ്പുറമുള്ള ഭയം, പരിധിക്കപ്പുറമുള്ള വാശി, പരിധിക്കപ്പുറമുള്ള നിസ്സാരവൽക്കരണം, അതുപോലെ തന്നെ ദീർഘദൃഷ്ടി ഇല്ലായ്മ, ഇത് 6 എണ്ണം പാടില്ല. ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്ന 6 പേര്, ഈ പറയുന്ന 6 പേരെ ഉപേക്ഷിക്കണം. ഉപദേശങ്ങൾ തരാത്ത ആചാര്യൻ, ഉപദേശങ്ങൾ തരാത്ത ആചാര്യനെ ഉപേക്ഷിക്കണം. മന്ത്രോച്ചാരണം ചെയ്യാത്ത ഹോതാവ്, അഗ്നിഹോത്രം നടക്കുന്ന സമയത്ത്, യാഗം നടക്കുന്ന സമയത്ത് മന്ത്രം പറയാത്ത പുരോഹിതൻ, രക്ഷിക്കാൻ അശക്തനായ രാജാവ്, പ്രജകളെ രക്ഷിക്കാൻ കഴിവില്ലാത്ത രാജാവിനെ ത്യജിക്കണം. അപ്രിയം പറയുന്ന ഭാര്യ, വേണ്ടതിനും വേണ്ടാത്തതിനും വിമർശിക്കുന്ന ഭാര്യ, ഗ്രാമത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന പശുപാലൻ, പശുവിനെ പരിപാലിച്ചു കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും സെറ്റിലായിട്ടിരിക്കാൻ പാടില്ല പശുപാലകര്. അവർ നിരന്തരം പശുക്കളെ മേയിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. വനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ക്ഷുരകൻ, ക്ഷുരകൻ എന്ന് വെച്ചാൽ ബാർബർ, ഒരു വനത്തിൽ പോയിട്ട് തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബാർബർ, അവിടെ ആരും അയാളുടെ ജോലി സ്വീകരിക്കാനായിട്ട് വരില്ല. ഓരോരുത്തർക്കും ഓരോ സ്ഥലമുണ്ട്, അവിടെ വേണം അവർ ജീവിക്കാൻ. മനുഷ്യൻ 6 ഗുണങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. സത്യം ഉപേക്ഷിക്കരുത്, ദാനം ഉപേക്ഷിക്കരുത്, ആലസ്യമില്ലായ്മ, അതായത് അനാലസ്യം, ആലസ്യം ഉപേക്ഷിക്കണം. അനാലസ്യം എന്ന് വെച്ചാൽ ആലസ്യമില്ലായ്മ ഉപേക്ഷിക്കരുത്. ശുഷ്കാന്തി, സീരിയസ്നെസ്. അനസൂയ, അസൂയയുടെ ഓപ്പോസിറ്റ്. ക്ഷമ, ക്ഷമ ഉപേക്ഷിക്കരുത്. ധൈര്യം ഉപേക്ഷിക്കരുത്. അസൂയമില്ലാത്ത അവസ്ഥ ഉപേക്ഷിക്കരുത്, അതായത് അസൂയയെ ഉപേക്ഷിക്കണം, അസൂയയില്ലാത്ത അവസ്ഥ. ഈ 6 ദോഷങ്ങള് 6 ഗുണങ്ങള് മനുഷ്യൻ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ ലോകത്തിൽ ജീവിക്കുന്നവർ അനുഭവിക്കേണ്ടത് 6 സുഖങ്ങളാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നവർ അനുഭവിക്കേണ്ടത് 6 സുഖങ്ങളാണ്. സമ്പത്തിന്റെ വർധനവ്, ധാരാളം സമ്പത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കണം. രോഗപീഠകൾ ഇല്ലായ്മ ചെയ്യണം, രോഗമില്ലാതെയാക്കാൻ വേണ്ടി നിരന്തരം പ്രവർത്തിക്കണം. സ്നേഹമുള്ളവളും അനുകൂലമായി സംസാരിക്കുന്നവളുമായ ഭാര്യയെ കണ്ടെത്തി നല്ല ഭാര്യാ ജീവിതത്തിൽ, ഭാര്യയോടുകൂടിയുള്ള ജീവിതം സുഖമായിട്ട് അനുഭവിക്കണം. പറഞ്ഞത് കേട്ട് നടക്കുന്ന മകൻ, അനുസരണയുള്ള മകന് അത് സുഖമായിട്ടുള്ള ഒരു ജീവിതമാണ്. മകൻ താൻ പറയുന്നത് അനുസരിക്കുന്നു എന്നുള്ളത്. താൻ പഠിച്ച വിദ്യ കൊണ്ട് ധനം സമ്പാദിക്കുവാനുള്ള കഴിവ്, താൻ പഠിച്ച വിദ്യ കൊണ്ട് ധനം സമ്പാദിക്കാനുള്ള കഴിവ്, ആ കഴിവ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ സമ്പത്ത് വർദ്ധിക്കുന്നതിൻ്റെ സുഖം, രോഗമില്ലാത്തതിൻ്റെ സുഖം, സ്നേഹമുള്ള ഭാര്യയുമായിട്ട് ജീവിക്കുന്ന സുഖം, പറഞ്ഞത് അനുസരിക്കുന്ന മകന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന സുഖം, സ്വയം പഠിച്ച വിദ്യ കൊണ്ട് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്ന സുഖം,
ഈ 6 സുഖം എന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. മനസ്സിൽ സദാ വിഹരിക്കുന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം എന്നിവകളിന്മേൽ ഏതൊരുവൻ ആധിപത്യം സാധിച്ചിരിക്കുന്നുവോ അവനെ പിന്നെ യാതൊരു പാപവും സ്പർശിക്കുന്നില്ല. കാമത്തെ, അത്യാഗ്രഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആള്, വാശി നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആള്, പിശുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആള്, അമിതമായ ആഗ്രഹം നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി, മതം അഹങ്കാരം നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി, മാത്സര്യം മത്സരബുദ്ധി നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി, ഈ 6 ഗുണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ഒരു തരത്തിലുള്ള പാപവും ഉണ്ടാവുന്നില്ല. കള്ളന്മാർ അശ്രദ്ധരിൽ കൂടിയും വൈദ്യന്മാർ രോഗികളിൽ കൂടിയും കാമാസക്തകൾ വിഷലംബടരിൽ കൂടിയും യാചകർ യജമാനരിൽ കൂടിയും പണ്ഡിതന്മാർ മൂർഖന്മാരിൽ കൂടിയും ജീവിക്കുന്നു. വളരെ രസമാണ്. കള്ളന്മാരെങ്ങനെയാ ജീവിക്കുന്നത്? അശ്രദ്ധയായിട്ട് വീടും അവരവരുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നത്. ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവര്, അവരിൽ കൂടെ കള്ളന്മാർ ജീവിക്കുന്നു. രോഗികളിൽ കൂടിയാണ് വൈദ്യന്മാർ ജീവിക്കുന്നത്. വിഷലംബടകരിൽ കൂടി, വേശ്യകളിൽ കൂടിയാണ് ഈ കാമാസക്തി കൂടുതലുള്ളവര് ജീവിക്കുന്നത്. യജമാനന്മാരിൽ കൂടിയാണ് യാചകർ ജീവിക്കുന്നത്, അതായത് ദാനം ചെയ്യുന്നവരിൽ കൂടിയാണ്. മൂർഖന്മാരിൽ കൂടിയാണ് പണ്ഡിതന്മാരാണ് എന്നറിയണമെങ്കിൽ കുറെ മൂർഖന്മാരുണ്ടാവണം. മൂർഖന്മാരെന്ന് വെച്ചാൽ മൂഢന്മാരുണ്ടാവണം. അല്പനേരത്തെ അശ്രദ്ധ കൊണ്ട് 6 സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു. അല്പനേരത്തെ അശ്രദ്ധ കൊണ്ട് 6 സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു. 1, നമ്മളുടെ വളർത്തുമൃഗം പശു നഷ്ടപ്പെടും, പരിചാരകൻ നഷ്ടപ്പെടും, വിള, വയലില് വിളയുന്ന വിള നഷ്ടപ്പെടും, ഭാര്യ നഷ്ടപ്പെടും, വിദ്യ നഷ്ടപ്പെടും, താഴ്ന്നവനുമായിട്ടുള്ള ബന്ധം കുറച്ച് സമയം കൊണ്ട് നഷ്ടപ്പെടും. ഈ 6 വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് ശ്രദ്ധയോടുകൂടി പരിപാലിക്കണം. 6 പേർ തങ്ങളുടെ പൂർവോപകാരികളെ ആദരിക്കാറില്ല. നമ്മളെ മുമ്പ് സഹായിച്ചവരെ 6 തരത്തിലുള്ള ആൾക്കാർ ആദരിക്കാറില്ല. 1, പഠിത്തം അവസാനിപ്പിച്ച ശിഷ്യൻ ആചാര്യനെ ശരിക്ക് ആദരിക്കാറില്ല. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ആചാര്യനെ ഇഗ്നോർ ചെയ്യാണ് പതിവ്. വിവാഹിതനായ മകൻ മാതാവിനെ, മകന്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. കാമപൂർത്തി വന്ന പുരുഷൻ സ്ത്രീയെ, ഇന്റർകോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ കുറച്ചു നേരത്തേക്കെങ്കിലും ശ്രദ്ധിക്കാറില്ല. കാര്യം സാധിച്ചു കഴിഞ്ഞ പുരുഷൻ തൻ്റെ സഹായിയെ, അവനവന്റെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ സഹായിച്ചവനെ ശ്രദ്ധിക്കാറില്ല. നദി മറുകര കടന്ന ശേഷം തോണി, ബോട്ടിനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മറുകരയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ തോണിയെക്കുറിച്ച് ഓർക്കാറില്ല. രോഗവിമുക്തനായവൻ വൈദ്യനെ സ്മരിക്കാറില്ല. എന്നറിയണം. അടുത്തത്, രോഗവിമുക്തമായുള്ള അവസ്ഥ, കടക്കാരനല്ലാതിരിക്കല്, പരദേശവാസിയാകാതിരിക്കല്, നല്ല മനുഷ്യരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം, സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ഉപജീവനം, ഭയരഹിതമായ ജീവിതം. ഈ 6 എണ്ണമാണ് മനുഷ്യ ജീവിതത്തിലെ സുഖങ്ങൾ. 1, ആരോഗ്യമുള്ള ശരീരം, രോഗവിമുക്തമായ അവസ്ഥ. 2, കടക്കാരനല്ലാതിരിക്കല്. 3, വേറെ നാട്ടിൽ പോയിട്ട് അനവധി കാലം ജീവിക്കേണ്ടി വരാത്ത ഒരാള്, നല്ല മനുഷ്യരുമായിട്ട് സുഹൃത്ത് ബന്ധമുള്ള ആള്, സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിക്കാൻ കഴിവുള്ള ആള്, ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ആള്. ഈ 6 വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സുഖത്തോടു കൂടി ജീവിക്കുന്നത്. ഈർഷ്യ വെച്ച് പുലർത്തുന്നവൻ, ദേഷ്യം വെച്ച് പുലർത്തുന്നവൻ, വെറുപ്പ് വളർത്തിക്കൊണ്ടുവരുന്നവൻ, വെറുപ്പ് വളർത്തിക്കൊണ്ടുവരുന്നവൻ, സദാ അസന്തുഷ്ടനായിരിക്കുന്നവൻ, എപ്പോഴും കുറ്റം പറയുകയും നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ, എല്ലായ്പ്പോഴും കോപിക്കുന്നവൻ, ദേഷ്യപ്പെടുന്ന ആള്, എപ്പോഴും ശങ്കിക്കുന്നവർ, എല്ലാവരെയും സംശയിക്കുന്ന ആൾക്കാര്, അന്യരുടെ ഭാഗ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, മറ്റുള്ളവരുടെ ഭാഗ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവര്, ഇവർ നിത്യ ദുഃഖിതരാണ്. ഇവരെന്നും ദുഃഖിതരാണ്. വ്യസനത്തെ വരുത്തി വയ്ക്കുന്നതും, അതായത് ദുഃഖത്തെ ഉണ്ടാക്കി വയ്ക്കുന്നതും നാശഹേതുവുമായ 7 ദോഷങ്ങളുണ്ട്. അതിനെ പരിത്യജിക്കേണ്ടതാണ്.
സ്ത്രീ സേവ, ചാരിത്ര്യമില്ലാത്ത സ്ത്രീയെ സേവിക്കുക. ചൂതുകളി, ആ ചൂതുകളി പരിത്യജിക്കേണ്ടതാണ്. മദ്യപാനം പരിത്യജിക്കേണ്ടതാണ്. നായാട്ടിന് പോകല് പരിത്യജിക്കേണ്ടതാണ്. പരുഷമായ വാക്കുപയോഗിക്കുന്നത് ഒഴിവാക്കണം. ദണ്ഡപാരുഷ്യം, ആവശ്യമില്ലാതെ കൂടെയുള്ളവരെ ശിക്ഷിക്കുന്നത് ഒഴിവാക്കണം. അർത്ഥദുർവ്യയം, സമ്പത്തിനെ വേണ്ടാത്തതിന് ചെലവഴിക്കുക. ഇവ 7 എണ്ണവും ഒഴിവാക്കണം. അതായത് ചാരിത്രമില്ലാത്ത സ്ത്രീയെ സേവിക്കുക, ചൂത് കളിക്കുക, മദ്യപാനം, നായാട്ട്, വാക്പാരുഷ്യം, പരുഷമായ വാക്കുപയോഗിക്കുക, ദണ്ഡപാരുഷ്യം, ആവശ്യമില്ലാത്തതിന് കൂടെയുള്ളവരെ ശിക്ഷിക്കുക, ആഡംബരത്തിനോ അല്ലാത്തതിനും വേണ്ടിയിട്ട് സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുക. 7 ദോഷങ്ങൾ ഒഴിവാക്കണം. വിനാശഗർത്തത്തിലേക്ക് വീഴുവാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യരിൽ 8 ലക്ഷണങ്ങൾ കാണാം. സ്വയം നശിക്കാൻ തയ്യാറായിട്ടുള്ളവരിൽ 8 ലക്ഷണങ്ങൾ കാണാം. ആദ്യമായി അവൻ പണ്ഡിതരെ ദ്വേഷിക്കാൻ തുടങ്ങും. നല്ല അറിവുള്ളവരെ വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും തുടങ്ങുന്നത് 1 ലക്ഷണം. പിന്നെ അവരുടെ രോഷത്തിന് ഇയാൾ പാത്രമാകും. പണ്ഡിതരുടെ ദേഷ്യത്തിന് ഇവർ പാത്രമാകും. പിന്നീട് അവൻ ശ്രേഷ്ഠന്മാരുടെ സ്വത്ത് വല്ല വിധേനയും കൈക്കലാക്കാൻ ശ്രമിക്കും. അതിനുശേഷം അവരെ വധിക്കുവാൻ കൂടി ശ്രമിക്കും. പണ്ഡിതരെ നിന്ദിക്കുന്നതിൽ അവൻ ആനന്ദം അനുഭവിക്കും. അവരെ പ്രശംസിക്കുന്നത് കേട്ടാൽ അവന് അസഹനീയത തോന്നും. യജ്ഞാദി കർമ്മങ്ങളിൽ അവൻ പണ്ഡിതരെ സ്മരിക്കുക പോലുമില്ല. വേദപണ്ഡിതർ ഭിക്ഷ സ്വീകരിക്കുന്നതിൽ ഇവൻ ദോഷം ആരോപിക്കും. ഇവയാണ് 8 ലക്ഷണങ്ങൾ നന്മ ചെയ്യുന്നവരെ എതിർക്കുന്ന വ്യക്തി. അപ്പൊ 25 പോയിന്റ് കൂടി ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നേരത്തെ 50 പോയിന്റ്, ഇപ്പൊ 25 പോയിന്റ്. ഇതിൽ ചിലതൊക്കെ വളരെ റിലവൻ്റ് ആണ്. ഇന്നും നമുക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. കുറേശ്ശെ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ നമ്മുടെ പൂർവികരുടെ മാനേജ്മെന്റ് സന്ദേശങ്ങൾ വളരെ പ്രയോജനപ്പെടും. പ്രണാമം, നമസ്കാരം.